ഇത്ര നേരമായിട്ട് വരയ്ക്കാൻ പറ്റിയില്ല. ഇല്ല, എനിക്ക് എലിക്കുട്ടിയമ്മ ഇല്ലാതെ വരയ്ക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യത്വം ഇല്ലാത്തങ്ങള് കെട്ടതങ്ങള് അങ്ങനെ തന്നെ 100 തവണ പറ. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ സമയം രാവിലെ 7:30 ആകുന്നേ ഉള്ളൂ. എലിക്കുട്ടിയമ്മ കിടന്ന പ്രാർത്ഥനയിലാണ് കേട്ടോ. വീട്ടിലിരുന്ന് രാവിലത്തെ പ്രാർത്ഥനയാണ്. വീട്ടിലിരുന്നുള്ള പ്രാർത്ഥനയാണ്. ആകാശന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായി ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശ്വരമിശിഹായി സാധാരണ രാവിലെ അങ്ങനെ പ്രാർത്ഥന ചെല്ലാറുള്ളതല്ല, ഈ പുത്രൻ പരിശുദ്ധാത്മാവ് വൈകിട്ട് വരെയൊക്കെ ചെല്ലാറുള്ളൂ. രാവിലെ ഇരിക്കുന്ന പ്രാർത്ഥനയില്ല. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ച ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. സന്നദ്ധി ചെയ്യാൻ പാത്രമില്ലാത്തതായി വെച്ചെണ്ണപ്പെട്ടുണ്ട് പരിശുദ്ധതയും അതാൻ്റെ സൂചിക്കാറ്. പിന്നെ കിടന്നുള്ള പ്രാർത്ഥനയാണ്. കിടന്നുള്ള പ്രാർത്ഥന ഈ ജപം ഭക്തിയോടുകൂടി ചെയ്ത് പല വിചാരം കൂടാതെ കർത്താവെ നീ സഹായം ചെയ്യണം. പിന്നെ രാവിലെ പതിവില്ലാത്ത പ്രാർത്ഥനകളിലൂടെയാണ് എലിക്കുട്ടിയമ്മ പോകുന്നത്. നേരമൊക്കെ വെളുത്ത് വരുന്നു. തന്നെ രാവിലത്തെ കാപ്പി ഉപ്പുമാവും പഴവും ഏത്തപ്പഴം പുഴുങ്ങിയത്, ഉപ്പുമാവും. നമ്മളൊരു വാഴക്കൊല മേടിച്ചില്ലായിരുന്നു, നാടൻ വാഴക്കൊല. അത് പഴുത്ത് അത് പുഴുങ്ങിയതും ഉപ്പുമാവും കൂടെയാണ് ഇന്നത്തെ രാവിലത്തെ കാപ്പി. അതിനി തീരുന്നവരെ അതായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാപ്പികളൊക്കെ ആയിരിക്കും. വൈകുന്നേരം രാവിലെ എലിക്കുട്ടിയമ്മ രാവിലെ പ്രാർത്ഥന തുടങ്ങിയല്ലോ. എന്നും ഉണ്ട്. എന്നും തുടങ്ങിയോ? എന്നും ഉണ്ടല്ലേ? ദിവസങ്ങളിലുണ്ട്. ഞാനിപ്പോ ഇത്ര ശക്തമായിട്ട് ഇന്നാ കേട്ടോ. ജോമോൻ ഉറങ്ങിപ്പോവല്ലോ. ഇന്ന് വിവാനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നേരത്തെ ഏറ്റതല്ലേ. ഞാനത് കേൾക്കാറില്ല. ഞാൻ സാറിനെ കേട്ടാ മിക്കവാറും ഞാൻ കിടക്കാൻ ചില അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതെ, രാവിലത്തെ പ്രാർത്ഥനയുടെ കാര്യമാണ്. രാവിലെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് നേരത്തെ ഏറ്റാല്. ക്ഷീണാണെങ്കിൽ ഉറങ്ങുവാണെങ്കിൽ പ്രാർത്ഥന. ഞാൻ പൊതുവെ കേട്ടിട്ടില്ല. ഇന്ന് നേരത്തെ ഏറ്റാലും. ആണോ? ഇവൻ പോകുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന ഏരി കിടക്കുന്ന. ഇന്ന് രാവിലെ ഉപ്പാവും പഴവുമാണ് ഞങ്ങളുടെ കാപ്പി. മഴക്കാരൊക്കെ കയറുന്നുണ്ടെങ്കിലും മഴ ഒന്ന് പെയ്ത് പോയതേ ഉള്ളൂ. പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല. ഇങ്ങനെ മൂടിയൊരു കാലാവസ്ഥയാണ്. കാപ്പിയൊക്കെ പിന്നെയും പൂത്ത് വരുന്നുണ്ട്. കാപ്പിയൊക്കെ ഇപ്പോൾ ഇത് 3-ാം വട്ടത്തെ പൂക്കിച്ചയാണ്. നമ്മുടെ സപ്പോർട്ടിലെ കായെല്ലാം ബാവലിയേട്ടന്മാർ വന്ന് പകുതിയൊക്കെ തിന്നു. നമ്മളാവരും അണ്ണാനും ഒക്കെ ആയിട്ട് തിന്ന് തീർത്തിട്ടുണ്ട്. അവർക്കും തീറ്റ വേണമല്ലോ. എലിക്കുട്ടിയമ്മ അങ്ങനെ പ്രാർത്ഥന തന്നെ തുടരുകയാണ്. എലിക്കുട്ടിയമ്മ പ്രാർത്ഥന തന്നെയാണ്. ഏറ്റിരുന്ന് പ്രാർത്ഥിക്കുവാണ്. എന്താണ് ഭയങ്കര പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായിട്ട് 53 വഴി ജപം ചെയ്യാൻ ഭക്തിയോട് കൊടുത്തത് കർത്താവെ നീ വിശ്വാസപ്രകാരം സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവുമായ ഈശോമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗർഭസ്ഥനായ കന്യാമറിയത്തിരുന്ന ഭർത്താവ് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്തെ പീഡകൾ സഹിച്ച് തറയ്ക്കപ്പെട്ടു, മരിച്ച അടക്കപ്പെട്ടു, പാതാളങ്ങൾ ഇറങ്ങി മരിച്ച ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് മരിച്ചവരെ ജീവിക്കുന്നവരെ ബലിപ്പാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. നോയമ്പുകാലായണ്ടേ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ചെല്ലുന്നത് നല്ലതാ. കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരെ ഐക്യത്തിലും പാപങ്ങളുടെ മോശനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേ.
അളവില്ലാത്ത സാധന സർവേശ്വര കർത്താവെ നീശമക്ഷര് നന്ദി അറിയാത്ത ഭാവികളുമായിരിക്കുന്നേ എലിക്കുട്ടിരിക്കട്ടെ. എലിക്കുട്ടിയമ്മ അങ്ങനെ പ്രാർത്ഥന തുടരട്ടെ. ഇത്ര നേരം പ്രാർത്ഥന എലിക്കൊണ്ടിരുന്ന എലിക്കുട്ടിയമ്മയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി ചിലപ്പോൾ ഒരു മയക്കത്തിലോട്ടുള്ള പോക്കായിരിക്കും. കിടന്നുറങ്ങിയിട്ട് കാപ്പി കുടിക്കാൻ നേരത്തെ വിളിച്ചാലേ ചിലപ്പോൾ എലിക്കുട്ടിയമ്മ എണീറ്റ് വരുള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞോ? പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞോ? പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞോ എന്ന്? പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ എലിക്കുട്ടിയമ്മ അങ്ങ് കിടക്കുമോ അല്ലേ? നീ കാപ്പി കുടിക്കാറായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വിളിക്കുമ്പോൾ ഏറ്റു വന്ന് പല്ലൊക്കെ തേക്കണം കേട്ടോ. അപ്പം എല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉപ്മാവ് റെഡിയാകാൻ നോക്കാം. ഏതൊക്കെയാലും ഇപ്പം നമ്മളിവിടെ ഉപ്മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. ഉപ്മാവ് കഴിഞ്ഞോ? ഉപ്മാവ് ഇവിടെ ഉണ്ടാക്കി കാസ്ട്രോളിലാക്കി. ഉപ്മാവ് കാസ്ട്രോളിലാക്കി. പഴം അവിടെ പുഴുങ്ങാനായിട്ട് അപ്പച്ചപ്പിനകത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ ചമ്മന്തിയായിരുന്നു. അത് കഴിഞ്ഞല്ലോ. ഉച്ചക്കത്തുള്ള ചോറിൻ്റെ കൂടെ മാങ്ങ ചമ്മന്തി. നമ്മൾ ചമ്മന്തിക്കകത്ത് മല്ലിയിലൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചമ്മന്തി അരിക്കുന്നത് മല്ലിയില ഇടാം, കരിയാപ്പില ഇടാം, ഇഞ്ചി ഇടാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ഇഞ്ചിയും കരിയാപ്പില ഇടുന്നേക്കാൾ ഇഷ്ടം മല്ലിയില ഇടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ഇടുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടമല്ലേ. പിന്നെ കിടപ്പ കഴിഞ്ഞ എലിക്കുട്ടിയമ്മ കുത്തിയിരിപ്പുണ്ട്. അടുത്ത ട്രിപ്പ് പ്രാർത്ഥനയാണോ? എന്നാലും കാപ്പിയൊക്കെ കുടിച്ചാലോ? കാപ്പിയൊക്കെ കുടിച്ചാലോ? കുടിച്ചാലോ ഒന്ന്? കുടിച്ചാലോ ഒന്ന്? കുടിക്കാവോന്നോ? കാപ്പി കുടിക്കാൻ തരാനായിട്ടാ ചോദിച്ചേ. ചിലപ്പോ വേണ്ടെന്നൊക്കെ പറയല്ലേ. തരാം. നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് തുടങ്ങിയേക്കാം. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചേക്കാം. ഓരോരുത്തർക്കും തോന്നുന്നതില് പോയതാ വല്ലതും തരവോ ചെയ്ത വല്ലതാണ്. അങ്ങനെയാണ് അവിടെ തോന്നുന്നതില് പോകുന്നവരല്ലേ. ഇവിടെ എലിക്കുട്ടിയമ്മയുടെ കാര്യം കഴിഞ്ഞിട്ട് എങ്ങും പോക്കുള്ളൂ. എവിടെ പോയാലും എലിക്കുട്ടിയമ്മയുടെ കൂടെ ഉണ്ട് ഒരാളെപ്പോഴും. അല്ല എലിക്കുട്ടിയമ്മ ഇതിൽ ഓടി നടക്കില്ലേ? അല്ലെ എലിക്കുട്ടിയമ്മ ഇതിൽ ഓടി നടക്കില്ല, തന്നെ ഇരിക്കുവോ? എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എപ്പോഴും ഇരിക്കണം, അതാണ് കണ്ടീഷൻ. എങ്ങോട്ട്? പിന്നെ ഇച്ചിരി കഴിയുമ്പോ എങ്ങോട്ടാ പോണേ? പിന്നെ എന്നാ പരിപാടി? പരിപാടി വല്ലതും ഉണ്ടോ? പരിപാടി വല്ലതും ഉണ്ടോ? പരിപാടി എന്താ പരിപാടി? അല്ല എങ്ങോട്ട് പോണ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എങ്ങോട്ട് പോകുന്ന കാര്യേ? എലിക്കുട്ടിയമ്മല പറഞ്ഞേ എങ്ങോട്ട് പോണെന്ന് പറഞ്ഞേ. ഇച്ചിരി കഴിയുമ്പോ പോകണമെന്ന് പറഞ്ഞേ. അമ്മ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞതാ എന്നോട്. ഇല്ലേ? കാപ്പി കുടിച്ചു കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോ അങ്ങ് പോണെന്ന് പറഞ്ഞു. കാപ്പി കുടിച്ചു കഴിഞ്ഞേ ഇച്ചിരി കഴിയുമ്പം പോകണമെന്ന് പറഞ്ഞു. ഞാനല്ല, എലിക്കുട്ടിയമ്മ പോണ കാര്യാ പറഞ്ഞേ. എലിക്കുട്ടിയമ്മ പോകുന്ന കാര്യാ പറഞ്ഞേ. ഞാൻ പോണോ? ഞാൻ പോണത് ഞാൻ ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ പോണോ? എവിടെ? എവിടെയാന്ന് പറഞ്ഞ? എവിടെയാന്ന് പറ. പോണ എവിടെയാന്ന്? അതിനായിട്ട് പ്രത്യേകിച്ചാലും പോരും വേണ്ട. അയ്യോ ഞങ്ങള് പോരട്ടെ? വേണ്ട. അതിനാ? വേണ്ട. ഷോ ഞങ്ങള് കൂട്ടിട്ട് പോരാന്നേ. അവരോ ചെയ്താൽ മതി. എന്നാലും ഒന്ന് കാണണ്ടേ? അതാകുമ്പോ അവിടെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, ആരൊക്കെ ശല്യമില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അല്ലേ? ആരും വരുകയില്ല. ആരും പിന്നെ പരാതിയില്ല. പരാതിയില്ല. കൂടെ കൊണ്ടുപോയി കഴിയുമ്പോഴാണ് പരാതിയൊക്കെ ഉണ്ടാകുന്നത്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ. ഇതാകുമ്പോൾ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് പരാതിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് വേണ്ട. വലിയ അനുഭവത്തിലൊന്നുമില്ല. ഇല്ല. ഇതൊക്കെ ഉള്ളു. ഇത് അത്യാവശ്യ കാര്യത്തിനുള്ളൂ. എന്നാ ഉള്ളേ അത്യാവശ്യ കാര്യത്തിന്? അത്യാവശ്യ കാര്യത്തിന് എന്നതൊക്കെയാ ഉള്ളേ? അത്യാവശ്യ കാര്യത്തിന് എന്നതൊക്കെയാ ഉള്ളതെന്ന്? ഉള്ളത് എന്നെ ഇതായി. എന്നാന്ന് അറിയാതെ എങ്ങനെയാ? എന്നാ ഉള്ളതില്ലേലും തിരക്കേണ്ട കാര്യം വേണ്ടേ? അതൊക്കെ പെരുമാറാനുള്ള ചെയ്തോളൂ. അതാരാ? ഉപയോഗിക്കാനുള്ളവരാരാ? ഉപയോഗിക്കാനുള്ളവരാരാ? അതിനെല്ലാം ആൾക്കാരുണ്ട്. ആരാ പറഞ്ഞേ?
പിന്നെ നിങ്ങളാണോ ഞങ്ങളല്ലേ ഇപ്പം ഞങ്ങളല്ലേ ഉപയോഗിക്കാനുള്ളവര്. എന്ന് ഏ ആ അല്ല എലിക്കുട്ടി പിന്നെ ആരാ ഇവിടെ ആരും ചെയ്തിട്ട് ഇല്ലേ? എലിക്കുട്ടിയമ്മ വിഷയത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. പിന്നെ അതിനകത്ത് ഇതൊക്കെ അതോ മൊത്തം ജന്തുക്കളാണ് ഇവിടെയുള്ള. അപ്പം എന്നാൽ കാപ്പി കുടിക്കാം കേട്ടോ. പല്ല് തേപ്പിച്ചേക്കാം. ഞാൻ കിടക്കാൻ പോകും. അയ്യേ കിടക്കാറൊന്നും ആയില്ല. ഇത്ര നേരം പ്രാർത്ഥനയും പരിപാടിയില്ല കഴിഞ്ഞ് ഏറ്റു വന്നതാണ്. ഇനി കാപ്പി കുടിക്കണ സമയമാണ്. ഇനി കാപ്പി കുടിക്കണ സമയമാണ്. കാപ്പി കുടിക്കണ സമയം. അതിനെന്താ ആ അതിനാവശ്യം അവരുടെ അന്നാരം എടുത്തു അന്നാരം കുടിക്കും. അന്നാരം കുടിക്കുന്നു. ആ കുടിക്കാനട്ടെ ഞാൻ ഇപ്പം എടുത്തോണ്ട് വരാം. പൊടിയൊക്കെ എടുത്തോണ്ട് പല്ല് തേക്കട്ടെ. കുടിക്കോ കുടിക്കാതിരിക്കോ എല്ലാം ചെയ്തു. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? എലിക്കുട്ടി കാര്യത്തെ കുറിച്ച് നിങ്ങൾ തരാറിയോ? അയ്യോ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഇപ്പം എലിക്കുട്ടിയമ്മയുടെ കാര്യം ആര് നോക്കും? ആ അതാ പറഞ്ഞേ എലിക്കുട്ടിയമ്മ എങ്ങനെയാ പറയണേ? എലിക്കുട്ടിയമ്മയുടെ ആ മൈൻഡിലുള്ള മാറ്റങ്ങൾ ഒതുങ്ങി വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ആ ഏറ്റ് വാ വലുതാക്കാം വാ എണീറ്റ് വാ. ഞങ്ങൾ പോയാൽ ശരിയാകത്തില്ല. അപ്പോൾ എലിക്കുട്ടിയമ്മയ്ക്ക് പൽപ്പൊടി കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എലിക്കുട്ടിയമ്മയുടെ പല്ല് തേപ്പിനെ കുറിച്ചൊക്കെ പറയുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എലിക്കുട്ടിയമ്മ ഓരോ സമയത്തും ഓരോ രീതിയിലാണ് ഇടപെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് കാണിച്ചുകൊണ്ട് അതിന് ഇരിക്കുന്നതിൻ്റെ കാര്യം. എന്നാ ചുക്കുരി വല ഞാൻ പുറത്തിറങ്ങിയതാണ്. എന്താ ഈ പൊങ്ങിലത്തെ വല മുഴുവൻ കയ്യിൽ. പല്ല് തേച്ചോ വാ. ഇത് പല്ല് തേക്കാനുള്ള പൊടി. പല്ല് തേക്കണ്ട അമ്മയ്ക്ക്. ആ രാവിലെ കാപ്പി കുടിക്കണ്ടേ? വേണ്ടേ? ഇപ്പൊ കാപ്പി കുടിക്കുന്നത് തന്നില്ലേ കുടിക്കും. നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യും. അല്ലാത്തവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടണം? അതിൻ്റെ ആവശ്യമില്ല. അവനോ ചെയ്യാനുള്ള അവനോ ചെയ്ത് അവനോ നല്ല കാര്യം നന്നാക്കി പോകും. നന്നാക്കാൻ വന്നാ പരാതിപ്പെട്ടാ പാവ അതിന് പണ്ട് പോലെ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ? ഇങ്ങനെയൊക്കെ പണ്ട് പോലെ അതിനോട് ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ? എന്തിനാ അത് ഇങ്ങനെ അമ്മേനെ സ്നേഹിക്കുമ്പോ അമ്മ എന്തിനാ ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്? ഇത് കണ്ടിട്ട് ആ വീഡിയോയിലുള്ള ചിലവര് പറയും ജോമോൻ അങ്ങനെ ചെയ്തിട്ടാ അല്ലെ ജോമോൻ ഇങ്ങനെ ചെയ്തിട്ടാ ജോമോൻ വീഡിയോ പിടിച്ചിട്ടാ അമ്മ ദേഷ്യപ്പെടുന്നു. അതൊന്നും അല്ല ചേച്ചിമാരെ. കാരണം അമ്മയ്ക്ക് പണ്ട് മുതലേ അമ്മ ജോമോനോട് ഇങ്ങനെയായിരുന്നു. അമ്മേനെ വിഷമിപ്പിക്കാനും പറയണതല്ല, ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞ ഞാൻ നിങ്ങളോട് ഇങ്ങനെ കമന്റ് ഇടുമ്പോ ഇങ്ങനെ പറഞ്ഞു തരുന്നതാ. പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നു ജോമോനോട്. ഇപ്പൊ എന്നാ പറയണേ? അതിനോട് അങ്ങനെയൊന്നും പറയരുതെന്ന്, അങ്ങനെ ദേഷ്യപ്പെടരുതെന്നാ പറഞ്ഞത്. ആര് പറയണം? ഞാൻ പറയണത് കേട്ടോ. ആരോടോ? ജോമോനോട്. ആരാ ദേഷ്യപ്പെട്ടോണ്ടിരിക്കുന്നത്? ഏലിക്കുട്ടിയമ്മ. ഏലിക്കുട്ടിയമ്മ. ഞാനോ? അതെന്താ? ഞാനവിടെ ദേഷ്യപ്പെടുവോ? എന്നാ പല്ല് തേക്കാം, നമുക്ക് പോകാം. പല്ല് വേണ്ട. അയ്യോ ഇപ്പൊ എന്നോട് ദേഷ്യം. ഞാനത് പറഞ്ഞേക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാം. ഞങ്ങൾ രണ്ടുപേരും തേച്ചു. ഇനി എലിക്കുട്ടിയമ്മ മാത്രമേ തേക്കാനുള്ളൂ. ഇവാനിട്ട് കോളേജിലും തേക്കാനില്ല. ഞാൻ പോകുവാ. ഞാൻ ഏറ്റുമാനൂര് വരെ പോവാ. ഒരാവശ്യമുണ്ട്, അതിന് പോണതാ. അപ്പൊ അമ്മയ്ക്ക് പല്ല് തേപ്പിച്ചിട്ട് പോകാമല്ലോ എന്നോർത്താ. ഞാൻ തേച്ചോളാം. കാപ്പി കുടിക്കണ്ടേ? കാപ്പി കുടിച്ചിട്ട് പോകണം. കാപ്പി എടുത്ത് തന്നിട്ട് വേണം എനിക്ക് പോകാൻ. അമ്മയ്ക്ക് പോയിട്ട് വരുമ്പോ മുട്ടായി കൊണ്ടുവന്നാ. എനിക്കിതൊന്നും വേണം. പല്ല് തേച്ചിട്ട് വാട്ടോ. നാരങ്ങ മുട്ടായി ഇവിടെ ഇരിക്കുമല്ലേ? അനിയത്തി കൊണ്ടുവന്ന് നാരങ്ങ മുട്ടായി. പിന്നെ വീഡിയോ പിടിക്കുന്ന കാര്യമൊന്നും അമ്മയ്ക്ക് അറിയില്ല കേട്ടോ സഹോദരങ്ങളെ. അമ്മയ്ക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ഞങ്ങൾ രണ്ടെണ്ണം ഇവിടെ വന്നിരുന്ന് വർത്താനം പറയുന്ന കാര്യം അമ്മയ്ക്ക് അറിയാം, അത്രേ ഉള്ളൂ. വീട്ടിൽ നിങ്ങൾ പുറത്തിറങ്ങിയ കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എല്ലാ കാര്യവും എനിക്ക് നടക്കും. അതെ പുറത്തിറങ്ങുന്നതാണേ കുഴപ്പം. പലരുമായിട്ട് ഇടപെടുന്നേ കുഴപ്പം. സമയത്ത് പ്രശ്നമില്ലേ? അത് പുറത്ത് പോകണ്ട. നീ പുറത്ത് പോയാലുള്ള കുഴപ്പമാണ്. നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി പണിയുണ്ടല്ലേ? വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു. എപ്പോഴാ പോകേണ്ടത്? വീട്ടിലോട്ട് എപ്പോഴാ പോകേണ്ടത്? പോണ കാര്യം പറഞ്ഞത് ഇതല്ലേ വീട്, വേറെ വീടൊന്നുമില്ല.
പോകണ്ടേ? എപ്പോഴും അതെല്ലാം കേട്ടെല്ലാവരും മടുത്തു. വീട്ടിൽ ഞാൻ പോകും. എങ്ങനെ? എൻ്റെ കാര്യം നോക്കാം, ഞാൻ പോകാം. ആണോ? നീ എന്നാ കാര്യം നടത്താനുള്ള? ഓക്കെ, തേച്ച് കഴിക്കൂ. കഴിയാം, തേച്ച് കഴിക്കാം. അപ്പം മൈൻഡൊക്കെ മാറി നിൽക്കുവാണ്. ഇപ്പോൾ വേറൊരു ടൂണിലോട്ട് നിൽക്കുവാണ്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അമ്മ ഈ ടാപ്പ് തുറന്ന് വെള്ളം കപ്പിനകത്തെടുത്ത് കഴുകിയിട്ട് ഈ ടാപ്പ് തുറന്നിട്ട് പോകും. കാരണം ഈ വാഷ് ബേസിൽ നിന്ന് വെള്ളം പോകുന്നതുകൊണ്ട് നമ്മളായിട്ട് സൗണ്ട് കേൾക്കത്തുമില്ല. മിക്കവാറും ദിവസങ്ങളിലുള്ള ഒരു പ്രശ്നം അതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേനലും കൂടെ ആയപ്പോഴത്തേനും ഒത്തിരി വെള്ളം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മിക്കവാറും താഴെ അത് പൂട്ടി വെച്ചേക്കുമായിരിക്കും. അടി അങ്ങ് പൂട്ടി വെച്ചേക്കുള്ളൂ. പിന്നെ അമ്മ അല്ലെങ്കിൽ പിന്നെ ഇപ്പുറത്തെ ഇതിൽ വന്ന് ആ കപ്പ് ഇവിടെ വെച്ചേര്, കപ്പ് എന്തിനു കൊണ്ടുപോണേ? കപ്പ് അതിവിടെ ചെയ്യും. അവസാനം അത് തപ്പി നടക്കും. കപ്പ് കണ്ടില്ലെന്നും പറഞ്ഞ്. ഇനി പൊക്കോ, അങ്ങോട്ട് പൊക്കോ. എന്നോട് ദേഷ്യത്തിലാണ് നോക്കണേ, ഭയങ്കര ദേഷ്യത്തിലാണ് നോക്കണേ. അത് പറയാമോ? അല്ലെങ്കിൽ പിന്നെ ഇപ്പുറത്തെ ടാപ്പ് തുറന്ന് ചിലപ്പോൾ എടുക്കും വെള്ളം. എന്നാമേ? അതിനുള്ള ദേഷ്യമാണിപ്പോൾ. അത് പറയാൻ പോയതിനുള്ള ദേഷ്യത്തിലാണിപ്പോൾ. ഞാൻ എടുത്തോ. എലിക്കുട്ടിയമ്മ വരുന്നുണ്ടേ. എലിക്കുട്ടിയമ്മ പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. പുറത്ത് നല്ല വെയിലല്ലേ? നല്ല വെയിലാ. നല്ല വെയില് പുറത്തേ നല്ല വെയിലാന്ന്. ആ, രാവിലെ നല്ല ചൂട്. ആ, ശരിട്ടെ. മഴ കൂടെ പെയ്താ മതി. ഇപ്പം പെണ്ണുങ്ങളായിട്ട് ഞാനുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ എന്നെ മാത്രം വേണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. ആരെങ്കിലും എന്റെ ഭാഗത്തിന് ഒരു പെണ്ണ് ഇവിടെ വേണമെന്നേ ഉള്ളൂ. പക്ഷെ ആണുങ്ങൾ തന്നെ ആവരുത്. ആണുങ്ങളെ കൊണ്ട് എല്ലാം ഒന്ന് ചെയ്യിപ്പിക്കാനോ അവരെ അമ്മയുടെ അടുത്ത് നിർത്താനൊന്നും അമ്മ താല്പര്യപ്പെടുകയില്ല. ഇപ്പം സ്ഥിരമായിട്ട് ഇപ്പൊ ഒരാഴ്ചത്തേക്ക് വേറെ ആരെങ്കിലും മകളോ മരുമക്കൾ വേറെ ആരെങ്കിലും ഒരാഴ്ച വന്ന് നിൽക്കുവാണെങ്കിൽ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ അവരുമായിട്ട് പൊക്കോളാം. ആദ്യം ചേച്ചി അവരോട് ഇടപെട്ടില്ലേ? ഭയങ്കര വഴക്കായിരുന്നു. ഇച്ചിരി ബഹളം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അമ്മ സെറ്റ് ആയിക്കോളും. ഞാൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അമ്മയ്ക്ക് ആരെങ്കിലും പെണ്ണുങ്ങൾ ആരെങ്കിലും മതി. അതെ അമ്മയ്ക്ക് ഇപ്പൊ പെണ്ണുങ്ങൾ വേണമെന്നില്ല. അമ്മ അമ്മയുടെ വീട്ടിൽ പോവുക. ആയിക്കോട്ടെ. ഇവിടെ എല്ലാത്തിനും ആര് തിരിഞ്ഞു നോക്കാനല്ലേ? എന്തെങ്കിലും ചെയ്തു തരുമോ? ചുമ്മാ വെറുതെ മനുഷ്യത്വം ഇല്ലാത്തവങ്ങള്, കെട്ടതങ്ങള്. അങ്ങനെ തന്നെ 100 തവണ ഒന്ന് കഴിക്കേ. അവിടെ എടുത്ത് വെച്ചാണ് കാപ്പി. ആ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഉപ്പുമാവും പഴവും. കാപ്പി വേണ്ടേ? അയ്യോ, കാപ്പി കുടിക്കാൻ പിന്നെ എങ്ങനെയാ? വിശക്കില്ല. പ്രാർത്ഥനയിലുള്ള ഇച്ചിരി പ്രാർത്ഥന തുടങ്ങാനുള്ള അതുകൊണ്ട് എനർജി വേണം. ശ്വാസം പിടിച്ച് ചെല്ലുമ്പോഴത്തേനും ആ വീട്ടോട്ട് കൊണ്ടുപോകണമെങ്കിലും കഴിച്ചിട്ട് വേണ്ട പാൻ. കഴിക്ക് പോയിരുന്ന് കഴിക്ക്. കാരണം ഇതിങ്ങനെ നമ്മൾ കഴിക്കുന്ന പറയുന്ന റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ബോറായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കിത് ബോറല്ല. കാരണം ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ അമ്മയുടെ മൈൻഡിലോട്ട് ഇങ്ങനെ കയറി ചെല്ലണമെങ്കിൽ അത് മെമ്മറി നിർത്തണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേക്ക് പണ്ട് പോലെ അമ്മ എങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ ഞാൻ ചെന്ന് വിളിക്കും. ഓർമ്മയുണ്ടാകുന്ന കാലത്താ അമ്മ ഭക്ഷണം അത്താഴം കഴിക്കാം, രാവിലത്തെ കഴിക്കാം. എനിക്ക് വേണമെന്നില്ല. അപ്പൊ ഞാൻ എന്നാ വിചാരിച്ചിരിക്കും, ഈ അമ്മയ്ക്ക് വിശപ്പൊന്നും ഇല്ലെന്ന്. അപ്പൊ 2 പ്രാവശ്യം അടുപ്പിച്ച് വിളിച്ചു കഴിയുമ്പോ അമ്മ വരും. അപ്പൊ നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ട് ഞാൻ കഴിക്കാം എന്നോട് വരുത്തി തീർക്കല അമ്മ. ബാബാ നമുക്ക് 2 പേർക്കൂടെ കഴിച്ചേക്കാം. നമുക്ക് കഴിച്ചിട്ട് പോകാം. നമുക്ക് 2 പേർക്കും കൂടെ കഴിക്കാം. അപ്പൊ അമ്മ കഴിക്കണില്ല ഇന്ന്? അയിനാ? അയ്യോ അയിനാ വിശക്കുന്നില്ലേ? എന്നാ ജോമോന്റെ കൂടെ കഴിച്ചോ. അമ്മ വണക്കത്തില്ല. കഴിച്ച് പോണം. വീട്ടിൽ പോട്ടെ. ഞാൻ പോവാ. വീട്ടിൽ പോവാ. അമ്മ വന്നിരി. ഞാൻ എന്റെ വീട്ടോടല്ലോ. നമുക്ക് 2 പേർക്കും കൂടെ പോവാം ഒരു വീട്ടിലോട്ട്. നമുക്ക് 2 പേർക്കും കൂടെ ഒരു വീട്ടിലോട്ട് പോകാം. വാ വാ. ഇരിക്കേ. ജോമോന്റെ ഓട്ടോയിൽ കൊണ്ടുവിടും. പോട്ടെ. ഞാൻ കഴിക്കും. സമയം പോണെന്നേ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോവാന്ന്. ഇവിടെ ഇരിക്കണത്. ഇവിടെ
വീട്ടിൽ പോകുന്നതിന് അങ്ങ് പോയാൽ പോയി. അതിനാതെ അമ്മ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് പോകാമല്ലോ എന്ന് ഓർത്താ. ഒരുമിച്ച് കഴിച്ച് ഒരുമിച്ച് അങ്ങ് പോകാം. അമ്മ പോണില്ല? അമ്മ പോനില്ലേ? അല്ല അമ്മയല്ല പറഞ്ഞു ഇരിക്കേ. ആ ബാ ഇവിടെ ഇരിക്കേ എലിക്കുട്ടി അമ്മേ. എലിക്കുട്ടി അമ്മയ്ക്കാന്നേ. ഇത് കഴിക്കേ. വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോകണ്ടേ? എന്നാ വീട്ടിൽ അപ്പൊ വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ കൊണ്ടുപോകേണ്ട സമയത്ത് അവർ വന്ന് കൊണ്ടുപോകും. ആരാ വരുന്നേ? ആരെങ്കിലും വരുന്നവര് വരും. ഭക്ഷണം കഴിക്കട്ടെ. എനിക്ക് ആളുണ്ട്. അമ്മയ്ക്ക് ആളുണ്ടെന്നേ. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അമ്മയ്ക്ക് ആളുണ്ടെന്നുള്ള കാര്യം. 3 ആമക്കളുണ്ട്, ഒരു പെണ്ണും ഉണ്ട്, പിന്നെയാണ് അവരുടെ മരുമക്കളും ഉണ്ട്, കൊച്ചുമക്കളും ഉണ്ട്. എന്നിട്ടാണ് ഈ ഗുണമില്ലാത്തന്റെ കൂടെ നിൽക്കണോ അല്ലേ? പാവം. ആലോചിച്ചാ കഴിക്ക് പോവും. ഞാൻ പോവും കേട്ടോ. നമ്മള് പോവും. ഞാൻ പോവും. വണ്ടി പോവും. വണ്ടി പോകുന്നു താമസിച്ചാല്. വണ്ടിയോ? എങ്ങോട്ട്? വീട്ടിലോട്ടുള്ള വണ്ടി. വീട്ടിലോട്ട് പോണ വണ്ടിയോ? ഇത് മാത്രം അകലമുണ്ടോ? ആ അങ്ങോട്ട് പോയിട്ട് വന്നതാ. അത് കോട്ടയത്തിന് പോയിട്ട് വരുന്ന. ആ പിന്നെ ഹോട്ടലിന് പോകണം. ആ നിർബന്ധിച്ച് കഴിക്കാൻ മുട്ടലും മുകളിലും ഒക്കെ കൂടുതലും തോന്നുന്നു അല്ലേ? നമുക്കൊരു വിഷമം പോയി. ഒമ്പായിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഒമ്പായില്ലേ? ഇങ്ങനെയുണ്ട്. ഇവിടെ കഴിഞ്ഞ് താമസിച്ച് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നേരത്തെ ആയിപ്പോ വേണ്ട. അമ്മ ചുമ്മാ പറയണതായിരിക്കും വേണ്ടെന്നൊക്കെ. അതെ. അല്ല എന്നോട് അവിടെ കഴിക്കണമെന്നും പറഞ്ഞു ആരാ തരാനുള്ളതെന്ന് ചോദിച്ചിട്ടില്ലേ? പക്ഷെ അതങ്ങനെ മാറി മാറി വരും. അതാണ് ഈ പ്രശ്നം. എന്നാ കഴിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടികൾക്കുള്ളോട്ട് പോട്ടെ. കഴിച്ചു കഴിഞ്ഞില്ലേ? കഴിച്ച് തീർക്ക പെട്ടെന്ന്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇപ്പോൾ എലിക്കുട്ടിയമ്മ ഭക്ഷണമൊക്കെ കഴിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി താമസമാണ്. ഇപ്പോൾ ഇച്ചിരി കൂടെ പതുക്കെയാണ് എലിക്കുട്ടിയമ്മ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. രാവിലെ വിശപ്പില്ലാഞ്ഞിട്ടായിരിക്കും. ആണല്ലേ? അല്ലെങ്കിലും പൊതുവെ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ട്, ഇച്ചിരി താമസിച്ചാണ് ചില സമയത്ത് ഇരുന്ന് കഴിക്കുന്നത് മൊത്തത്തിൽ. എന്നാൽ ആൾ കൂടെ ഇരിക്കുന്നതും ചില സമയങ്ങളിൽ നല്ല ഭാഷയായിട്ട് കഴിക്കുന്നതും കാണുന്നുണ്ട്. ജോമോള് ഏറ്റുമാനൂർക്ക് പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ജോമോള് ഏറ്റുമാനൂർക്ക് പോയി. നമ്മുടെ എലിക്കുട്ടിയമ്മ ജോമോളെ തപ്പിങ്ങനെ നടക്കുവാണ്. ഇവിടെ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞ് മുറിവഴി എല്ലാം തപ്പി നടന്ന് കാപ്പൂടി കഴിഞ്ഞ് പോയി കിടക്കുമായിരുന്നു. കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഏറ്റു വന്നതാണ്. ഇവിടെ ആരും കാണുന്നില്ലെന്നും പറഞ്ഞാണ് തപ്പുന്നത്. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ആ അമ്മ നോക്കിയിട്ട് ആരും കണ്ടില്ലേ? ഇല്ലല്ലേ? അമ്മ പറഞ്ഞു കഴിഞ്ഞു ഉള്ള ലക്ഷണമൊന്നുമില്ല. അനക്കൊന്നും ആ എഴുതേ പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ. എലിക്കുട്ടിയമ്മയുടെ പറഞ്ഞിട്ടാണല്ലോ പോയേ. പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ടോ? എവിടെ? പാത്രം എവിടെയാ ഇരിക്കുന്നത്? പാത്രം എവിടെയാ ഇരിക്കുന്നത്? ആ അത് അടുക്കളല്ലേ? ഇത് എലിക്കുട്ടിയമ്മ കുടിച്ച കപ്പല്ലേ? ആണോ? എലിക്കുട്ടിയമ്മ ആളെ കാണുന്നില്ല, പക്ഷേ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് കാപ്പിക്കുടി കഴിഞ്ഞ് കുറേ നമ്പറൊക്കെ എണ്ണിയിട്ട് എലിക്കുട്ടി അങ്ങ് ഇരിക്കുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അനക്കമൊന്നുമില്ല. ജോമളാണോട് എന്നേലും ഒച്ചാനൊക്കെ കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏറ്റു വന്ന് നോക്കുന്നതാണ്. നേരത്തെ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആരും ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട്. എവിടെ കിടന്ന്? ആ മുറി കിടക്കണ ഞാനല്ലേ? അതല്ലേ ഞാനല്ലേ അവിടെ നിൽക്കുന്നത്? പള്ളിന്നാ? ആരാ പള്ളി പോയേക്കണേ? ആരാ പള്ളി പോയേക്കണേ? ആ പൊക്കത്ത് എലിക്കുട്ടിയമ്മേനെ നോക്കിയിരിക്കുക കുറച്ച് പേര്. എലിക്കുട്ടിയമ്മ ഇവിടെ എന്നൊക്കെ കാണിക്കണമെന്ന്. പള്ളി പോയിരിക്കുന്ന ആരാ? ആരും പള്ളി പോയിട്ടില്ലല്ലോ. പള്ളി പോയിരിക്കുന്നത് ആരാ? ആരാന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാവുന്നത്? ആരെങ്കിലും കാണണ്ട. അമ്മ പുറത്തോട്ട് അങ്ങനെ നോക്കിയിരിക്കണം. പറഞ്ഞ് ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നല്ല വെയിലാണ്. ആ വണ്ടി നിറച്ച് ആൾക്കാർ പോകുന്നുണ്ടെന്നേ. പിന്നെ അവർക്ക് ഓരോ വഴിക്ക് പോകണ്ടേ? വീട്ടിൽ കുത്തിയിരുന്നാൽ മതിയോ? ഓരോ കാര്യങ്ങൾക്ക് നടക്കണ്ടേ? കഥ അടച്ചിട്ടോ. ഇയാളെ കാണാത്ത സമയത്തുണ്ടായിരുന്ന മൃഗങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. നേരത്തെ ഇങ്ങനെയല്ലേ? ഇവിടെ ആരും കണ്ടില്ലെങ്കിൽ, ജോമോളൊന്നും പ്രത്യേകിച്ച് കണ്ടില്ലെങ്കിൽ അമ്മ ഈ മൃഗങ്ങളുണ്ടായിരുന്നു. മൃഗങ്ങളാണോ
അതോ നിലവിലുള്ള മരങ്ങളാണോ എന്ന് അറിയത്തില്ല. കഥ അടയ്ക്കാൻ പോകണം. ആ അടച്ചിട്ടോ, ഇനിയിപ്പം ആരും ഒന്നും കയറി വരേണ്ട ആവശ്യമില്ലല്ലോ. ആരും വരാനൊന്നുമില്ല. ആൾക്കാരെല്ലാം നാലുപാടും പോയി. ആൾക്കാരെ തപ്പി പോണ പോക്കാണേ. ഇവിടെ ആരും കാണുന്നില്ലേ, നോക്കി നോക്കി പോകണേ. ഓ അതൊന്നും അടയ്ക്കണ്ടെന്നേ. അതെന്തിനാ അടയ്ക്കുന്നേ? ആ കഥ അടയ്ക്കേണ്ട ആവശ്യമില്ല. ആ കഥ അടയ്ക്കണ്ട. പുറത്തെ കഥ തുറന്നു കിടക്കുമല്ലേ. പുറത്തെ കഥ തുറന്നു കിടക്കുമല്ലേ, പിന്നെ എന്തിനാ അടയ്ക്കുന്നേ? ഉണ്ട് അടുക്കളയുടെ അവിടുത്തെ കഥ തുറന്നു കിടക്കുക. അവിടെ വല്ലവരും കയറി വരികയല്ലേ. ആ കഥകല്ലേ അടയ്ക്കണ്ടേ? അപ്പുറത്തെ കഥകല്ലേ അടയ്ക്കേണ്ടത്. അപ്പുറത്തത് നോക്കിക്കേ, അത് തുറന്നു കിടക്കുമല്ലേ. തുറന്നു നോക്കിക്കേ. ആ പിന്നെ എന്തിനാ ഇതടയ്ക്കുന്നത്? ഇതടച്ചാൽ അടുക്കളയിലോട്ട് ആൾക്കാർ കയറി വരികയല്ലേ, ജീവികൾ കയറി വരികയല്ലേ. അങ്ങ് തുറന്നു നോക്കി. ഇല്ല ഇല്ല, എൻ്റെ അമ്മയ്ക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഇത് കണ്ടില്ലേ കഥ? തെങ്ങ് നോക്കിയേ, ഇത് കണ്ടോ? അവിടെ തുറന്ന് കിടക്കുന്നുണ്ടോ? ഉണ്ടോ? അവിടെ തുറന്ന് കിടക്കുന്നുണ്ടോ? ആ അതല്ലേ അടയ്ക്കേണ്ടത്, ഇതല്ലല്ലോ അടയ്ക്കേണ്ടത്. അതിനെക്കുറിച്ച് പ്രത്യേക പ്രതികരണമൊന്നുമില്ല. ആരാ വന്നിരിക്കുന്നത്? ഇവിടെ ആരും വന്നിട്ടില്ല. അതിനകത്ത് ആരുമില്ല. ഇവിടെ ആരും വന്നിട്ടുമില്ല. ഞാൻ ജാക്കു കുട്ടന്മാർക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ. അവർക്ക് ചോറ് കൊടുത്തിട്ട് വരാം. ഞാൻ പട്ടിക്ക് തീറ്റ കൊടുത്തിട്ട് ഒന്ന് ഇപ്പോഴത്തേനും എലിക്കുട്ടിയമ്മ വരയ്ക്കാത്തിരുന്നുകൊണ്ട് അടുത്ത ഘട്ടം പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. എലിക്കുട്ടമ്മ ഇരുന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പം. ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് തൊണ്ണ ഉണങ്ങണമെന്ന് പറഞ്ഞ് ഒരു വർത്താനം കിട്ടും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. വെള്ളം എടുത്തുകൊണ്ട് കൊടുത്ത് എലിക്കുട്ടി അത് പച്ചവെള്ളം പറഞ്ഞ് കുടിക്കുന്നില്ല. നമ്മൾ വെള്ളം ചൂടാക്കി വെള്ളം തണുത്തിരിക്കുന്നതാണ്. അത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കുടിച്ചാ? അതിനാ വെറും പച്ചവെള്ളം. അത് നമ്മൾ ചൂടാക്കിയ വെള്ളം, ചൂടാക്കി തണുത്ത വെള്ളം, ചൂടാക്കിയ വെള്ളം തണുത്തതാ. ഉണ്ടോ? അപ്പം മധുരം ഇത് ജ്യൂസ് പോലെ ആണെങ്കിൽ എലിക്കുട്ടിയമ്മ കുടിച്ചേനെ. അപ്പോൾ തൊണ്ണ ഉണങ്ങണമെന്ന് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് പറഞ്ഞ കേട്ടുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് കൊടുത്തത്. കാലം കുടിച്ചു, 2 കവള് കുടിച്ചു. 2 കവള് കുടിച്ചിട്ടാണ് എടുത്തു. കാരണം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. വരയ്ക്കാൻ പറ്റിയില്ല. ഇല്ല, എനിക്ക് എലിക്കുട്ടിയമ്മ ഇല്ലാതെ വരയ്ക്കാൻ പറ്റത്തില്ല. എത്ര മണിക്കൂറായി? എലിക്കുട്ടിയമ്മ ഇല്ലാതെ വരയ്ക്കാൻ പറ്റത്തില്ല. എലിക്കുട്ടിയമ്മ ഇല്ലാതെ വരയ്ക്കാൻ പറ്റത്തില്ല. എലിക്കുട്ടി ഇല്ലാതെ എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ലെന്ന്. വന്നു കുരിശ് വരയ്ക്കാൻ എൻ്റെ കൂടെ കൂടാനാ പറഞ്ഞേ. ഒന്നും കുരിശ് വരയ്ക്കാൻ കൂടാ. ജോമോൻ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവും. കൂടാനായിട്ട് ആ സമയത്ത് ഞാനിവിടെ ഇല്ലാത്തല്ലോ. എവിടെ പോയേക്കുമായിരുന്നു? എവിടെ പോയേക്കുമായിരുന്നെന്ന്. എലിക്കുട്ടിയമ്മ എവിടെ പോയിന്നാ ചോദിച്ചേ. എവിടെ പോയേക്കുമായിരുന്നു? ഞാൻ ഏതാണ്ട് പോയത് അതാണ്ട് വരത്തിന്. എന്ത് കാര്യത്തിന്? അല്ല ഇവിടെ നേർച്ച വഴിപാടും വൈകിട്ട് നടക്കുമല്ലേ. നേർച്ചയായിട്ട് നടക്കുമായിരുന്നു. ആര് പറഞ്ഞു? ഇവിടെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പിന്നെ മറ്റുള്ളവർക്ക് ജോലിയല്ല, സമയത്ത് പോലും ഇല്ലേ? ഒരു സമയത്ത് പോലും അമ്മയ്ക്ക് സ്വൈര്യമില്ലെന്ന് ജോലി തിരക്ക് കാരണം. മനസ്സിലായോ? വിശ്രമിക്കാനോ പറ്റിയല്ല. അതുപോലെ തിരക്കല്ലേ. രാത്രി പാതിരായ്ക്കാണേലും ഒന്ന് ഇരിക്കാനോ കിടക്കാനോ പറ്റി. അതിനാ പാതിരാക്കിനാ പണി. എന്തെല്ലാം പ്രാർത്ഥനയുണ്ട് പാതിരാത്രിക്ക്. മറ്റുള്ളവരെ കടത്തി ഉറക്കരുത്. അതിനുള്ള നേർച്ചയാ. അത് വേറെ ആർക്കും അറിയത്തില്ല, ചെയ്യുന്നവർക്ക് അറിയത്തില്ല. കൂടെ കിടക്കുന്ന ആൾക്കേ ഇത് അറിയത്തുള്ളൂ. അപ്പുറത്തൊക്കെ കേൾക്കാം, നമുക്കും കേൾക്കാം. പ്രായം പകലും കൂടാതെ ഒന്ന് കിടക്കാൻ പറ്റിയല്ല അവസ്ഥ. അപ്പുറത്തും കേൾക്കാം, അപ്പുറത്തും കേൾക്കാന്ന് പറയാം എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന. ഒന്ന് കിടന്നാൽ ഒന്ന് മയങ്ങും. അത് ആ മയക്കം കഴിഞ്ഞ് ഏറ്റവും പിന്നെ എന്തെല്ലാം കാര്യമുണ്ട്. ഇപ്പം പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ? ഇപ്പം പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ ഇപ്പം? അല്ല, എലിക്കുട്ടിയമ്മ ഇനി ചെല്ലേണ്ട കാര്യമില്ല, ഇന്ന് മൊത്തം പ്രാർത്ഥനയായിരുന്നു. എന്നാൽ എനിക്കിന്ന് കൂടെ ആരെങ്കിലും ശേഷം ചെല്ലാൻ വേണ്ടേ? എലിക്കുട്ടിയമ്മ ചെല്ലുന്നു, എലിക്കുട്ടിയമ്മ തന്നെ ശേഷം ചെല്ലുന്നു.
അതിൻ്റെ സൗണ്ട് വ്യത്യാസത്തിൽ ചെല്ലുന്നു. പ്രാർത്ഥനയെല്ലാം കൂട്ടില്ലാഞ്ഞിട്ടിരിക്കുക. പ്രാർത്ഥനയെല്ലാം കൂട്ടില്ല ചെല്ലാനേ, എനിക്ക് കൂട്ടില്ല. പിള്ളേരാരും ഇല്ലേ? പിള്ളേരുണ്ട്. അമ്മയും കൂടെ വരാവോ? വരാവോന്നോ? ഇനി ഞാൻ ഒന്ന് ചെല്ലിച്ചൊക്കെ കഴിയുമ്പോൾ സമയമില്ലാവും. സമയമൊന്നുമായില്ല, 1/2 മണിക്കൂർ നേരത്തെ പ്രാർത്ഥനയുള്ളൂ. ഇന്നലെ ആ പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നല്ലേ? മിനിഞ്ഞാന്നാണോ? ഇപ്പം സ്ഥിരമായിട്ട് വരുന്നില്ല. അപ്പോൾ എലിക്കുട്ടിയമ്മ കടന്ന് ഭയങ്കര ഘോര പ്രാർത്ഥന ആയതുകൊണ്ട് ഇവരോട് പ്രാർത്ഥിക്കാൻ വരുന്നില്ല. പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥന ചൊല്ലി കഞ്ഞി അത്താഴമൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ മതി. പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടേ അത്താഴമൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ മതി എന്ന്. പിന്നെ ഇപ്പം എന്തിനാ കിടക്കുന്ന? ചൂടല്ലേ? അതൊക്കെ ഉണ്ട്. മണിക്കൂറൊന്നും 2-3 2-3 മണിക്കൂറൊന്നുമില്ല. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.